നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എന്തിനാ മാനവമേ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഈ വീടിന് കാവലിരിക്കാനാണോ അതോ ഇവിടെയുള്ളവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനോ? നീ എന്താ ഇന്ദ്ര എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ പറയുന്ന അതുപോലെയൊക്കെ ചെയ്യാൻ ഞാൻ നിന്റെ ശമ്പളക്കാരിയൊന്നും അല്ലല്ലോ. എങ്കിൽ നിങ്ങൾക്കത് അപ്പോഴേ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നല്ലോ. എവിടെ അവളും മോനും? മാറ്. അത്യാവശ്യമായിട്ട് എടുക്കാനുള്ളൊക്കെ എടുത്തോ. നമ്മളിവിടുന്ന് എന്റെ വീട്ടിലേക്ക് മാറുക. ഇനിയുള്ള അടിയും അംഗമൊക്കെ അവിടെ വെച്ചാവാം. ഇവിടെ നിന്ന് പോയ ഇന്ദ്രേട്ടനല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്ന. എന്താ കാര്യം? കാര്യം എന്താന്ന് നിനക്കറിയില്ലല്ലേ? നിങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലേ ഭാനുമേ? ഞാൻ പറഞ്ഞാ മതിയോ ഇന്ദിര? നിനക്ക് നിന്റെ ഭാര്യയോടൊന്നും പറയാനില്ലേ? അതിന് എന്നോട് ഇവളൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാനെന്ത് പറയാനാ? എന്റെ അമ്മയുടെ മുഖത്ത് അടിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവളത് മറച്ചു വെച്ച് എന്നെ ഇവള് വിഡ്ഢിയാക്കില്ലായിരുന്നോ? ഓ, ഇപ്പൊ അതാണോ കുറ്റമായത്? ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അമ്മയെ അടിച്ചതും പോരാ, അമ്മയെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നു കൂടി പറയും. എല്ലാം ഒന്ന് സമാധാനത്തോടെ പറയാൻ വേണ്ടിയാ നിങ്ങൾ വന്നപ്പോ കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിന് തയ്യാറായില്ലല്ലോ. ഇപ്പൊ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ശിക്ഷ വിധിച്ചിരിക്കല്ലേ? അതെടി, ഇനി ആദ്യം നിന്നെ കേട്ടാലും എന്റെ അമ്മയുടെ മുഖത്ത് നീ കൈവച്ചു അറിഞ്ഞാ ഇത് തന്നെയായിരിക്കും എന്റെ തീരുമാനം. എന്റെ കൈ നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് കൊണ്ടതിന് നിങ്ങൾ എന്നെ ശിക്ഷിച്ചോ? പക്ഷെ അതെങ്ങനെ സംഭവിച്ചെന്ന് നിങ്ങൾ അറിയണം. അതെ ഇന്ദിര, ഒരു കോടതി ഒരു ഭാഗം മാത്രം കേട്ട് ശിക്ഷ വിധിക്കില്ല. അനുപമ മനഃപൂർവ്വം നിന്റെ അമ്മയുടെ മുഖത്ത് കൈവെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ദിര? അതെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാ ഭാനുവമ്മേ ഈ ഇപ്പോഴും ശ്വാസം കഴിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നേ. എന്തിന്റെ പേരിലായാലും നിനക്കിനി അബദ്ധം പറ്റിയതാണെങ്കിലും എന്റെ അമ്മയുടെ മുഖത്ത് നിന്റെ കൈ വീണിട്ടുണ്ടെങ്കിൽ അത് മാപ്പർഹിക്കാത്ത ശിക്ഷ തന്നെയാ. ആ ശിക്ഷ നീ അനുഭവിച്ചാ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ ശിക്ഷ അനുഭവിക്കാമെന്ന്. പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അമ്മയുടെ അടിമയായി ജീവിച്ചുകൊണ്ട് വേണ്ട. അമ്മ ഇന്ദ്രേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് ശിക്ഷിച്ചോളാൻ പറ. അതല്ലല്ലോ നാട്ടുനടപ്പ്. കുറ്റം ചെയ്യുന്നവർ പറഞ്ഞെടുത്ത് വെച്ച് ആരെങ്കിലും ശിക്ഷ നടപ്പിലാക്കിയ ചരിത്രമുണ്ടോ? നിനക്കെന്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ എന്റെ വീട്ടിൽ വന്നേ പറ്റൂ. എങ്കിലത് നടക്കില്ല ഇന്ദ്രേട്ട. എന്നെ നിങ്ങളുടെ അമ്മ ഇറക്കി വിട്ട വീടാ അത്. അവിടെ വന്ന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ താല്പര്യം ആര് നോക്കുന്നടി? നീ എന്റെ കുഞ്ഞിനെ എന്നിട്ട് പെട്ടെന്ന് റെഡിയായി വരാൻ നോക്ക്. എന്നെ കാണിക്കുന്നേ? കുഞ്ഞിനെ വിട്, ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ല. ഇനി കയ്യൊക്കെ എന്റെ ബലത്തെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്റെ ശവം മാത്രം ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. ഇന്ദിര, മര്യാദക്ക് ഇറങ്ങി പാടിയും കൊണ്ടാ ഞാൻ ഈ വീട് പൂട്ടാൻ പോവാ. വിടറാ അവളെ. സ്വന്തം കുഞ്ഞിനെയും കൈ വെച്ച് അതിന്റെ തള്ളയെ തല നാണമില്ലടാ നിനക്ക്. തല്ല്, അവന്റെ മുന്നിൽ വെച്ചെന്റെ തല്ല്. സ്വന്തം അമ്മയെ ദൈവത്തെ പോലെ കരുതുന്ന മകൻ മറ്റൊരമ്മയോട് കാണിക്കുന്ന എന്താന്ന് എന്റെ മകൻ കാണട്ടെ. ഇവന് നിങ്ങളെപ്പോലെ അമ്മയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നാളെ ഇതിനുള്ള തിരിച്ചടി ഇവന്റെ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങിക്കും. അതിന് എന്റെ മോനെ ഞാൻ നിനക്ക് വിട്ടു തന്നെങ്കിലല്ലേ ഇവന് നിന്റെ കൂടെ വളരണ്ട. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ എന്റെ മോനെ കൊണ്ട് പൊക്കോളാം. നീ എന്താണ് ഈ കാണിച്ചത്? കുഞ്ഞിനെ കൊണ്ട് പോവല്ലടാ. മോളെ മോളെ, ദേ മക്കളെ, അവൻ കുഞ്ഞിനെ കൊണ്ട് പോയി. മോളെ, അവൻ കുഞ്ഞിനെ കൊണ്ട് പോയല്ലോടി. എന്റെ ഈശ്വര, അവൻ കുഞ്ഞിനെ കൊണ്ട് പോയി മോളെ. എന്റെ മോനെ, മോനെ 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 മോനെ.
ശ്യാമേ പോയാലോ? ആ ഇതൊന്നും ശരിയാക്കിയാൽ മതി. ചേട്ടാ പോയിട്ട് വരാം. ശരി. ഏട്ടത്തിയാണല്ലോ. ആ ഹലോ ഏട്ടത്തി. നിന്റെ ഏട്ടത്തി അല്ല സത്യ, ഭാനുമ്മയാ. എന്താ ഭാനുമേ? എന്താ ഏട്ടത്തി പറഞ്ഞു വിളിക്കുന്നതാണോ ഭാനുമേ? അല്ലടാ, ഞാൻ നിർബന്ധിച്ചപ്പോ അവൾ എനിക്ക് വിളിച്ചു തന്നതാ. നിന്റെ അമ്മയെ പോലെ നിന്റെ ഏട്ടനും ഭ്രാന്ത് പിടിച്ചോടാ. എന്താ ഭാനുമേ, ഇന്ദ്രേട്ടൻ അവിടെ വന്ന് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആ, അവൻ വീണ്ടും അമ്മയുടെ മകനായല്ലോ. അനുപമയെ ബലമായി ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി അമ്മയുടെ അടിമപ്പണി ചെയ്യിപ്പിക്കാനായിരുന്നു അവന്റെ തീരുമാനം. എന്നിട്ടെന്താ, അതിന് വേറെ ആളെ നോക്കാൻ അനുപമ പറഞ്ഞു. അവൻ കയ്യൂക്ക് കാണിക്കാൻ തുടങ്ങിയപ്പോ ഞാനും തടഞ്ഞു. ഇതിങ്ങനെ പോയാ എവിടെ ചെന്ന് നിൽക്കും സത്യ? അനുവടുത്തി ഇന്ദ്രേട്ടന്റെ ഒപ്പം പോയില്ലല്ലോ. അത്തരം ചെറുത്തുനിൽപ്പ് തന്നെയാ ഇതിനുള്ള മരുന്ന്. ഏട്ടനെ ഇനി മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഭാനുവും അനുവടുത്തിയോടൊപ്പം നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് പറ. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സത്യ. അവള് ജീവിക്കുന്നതേ അവളുടെ കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിനെ എടുത്തോണ്ട് അവൻ ഇവിടുന്ന് പോയത്. ഈ ഏട്ടൻ ഇതൊന്നും നിർത്താറായില്ലേ? ഭാനുമ്മ ഫോണൊന്ന് ഏട്ടത്തേക്ക് കൊടുക്കോ? മോളെ, ദാ സത്യന് നിന്നോട് സംസാരിക്കണമെന്ന്. എന്തിനാ ഭാനുമ്മേ? അവന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്തിനാ വെറുതെ? മോളൊന്ന് സംസാരിക്ക. നമ്മുടെ സത്യനല്ലേ, സംസാരിക്കേ. എന്താ സത്യ? ഏട്ടത്തിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഏട്ടൻ ഇത്ര പെട്ടെന്ന് വീണ്ടും ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. അമ്മ അന്ന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോ എന്റെ സോനയുടെ മനസ്സിൽ ഏട്ടൻ വന്ന എല്ലാം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു. പക്ഷെ നീയും സോനയും അന്ന് അമ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു സത്യ, ഇതത്ര വേഗമൊന്നും പരിഹരിക്കപ്പെടില്ലെന്ന്. നിങ്ങളാരും അന്ന് ഹർഷ വീട്ടിൽ വന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ല. ഞാനിപ്പോ അനുഭവിക്കുന്നത് അമ്മയ്ക്ക് അടി കൊണ്ടതിന്റെ ശിക്ഷ മാത്രമല്ല, ഹർഷ അടിച്ചതിന്റെ ശിക്ഷ കൂടിയാ. അതിലുമുണ്ട് അമ്മയ്ക്കും മോനും എന്നോട് കടുത്ത പക. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ സത്യം, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ മോനെ കരുവാക്കരുത്. അവനെ അന്തസ്സായി വളർത്താൻ വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത് പോലും. അത് അമ്മ ഏട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഹലോ 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 ഏടത്തി. സത്യ, അനു മുറിയിലേക്ക് പോയി. ഈ കളി ഇതോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും മോനെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ ഭാനുമേ, ഹലോ. ഇന്ദ്രേട്ടൻ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഈ ഇന്ദ്രേട്ടനെ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം എന്നാ ഞാൻ ആലോചിക്കുന്നേ. ഇന്ദ്രേട്ടനെ തിരിച്ചു പിടിക്കാൻ ആന്റി ഹർഷയും കൂടി കളിച്ച കളി നിസ്സാരമല്ല സത്യ. അനുവേട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഒറ്റയടി ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഇന്ദ്രേട്ടന്റെ മനസ്സിൽ നേടത്തിയെ തുടച്ചു മാറ്റുകയായിരുന്നു ആന്റിയുടെ ലക്ഷ്യം. ആന്റിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അതല്ലേ സത്യനും സോനയും വന്ന് അനുവേട്ടത്തിയെ കുറ്റപ്പെടുത്തിയത്? അപ്പൊ പിന്നെ ഇന്ദ്രേട്ടന്റെ കാര്യം എന്തു പറയാനാ? ഇതിനിടയിൽ ഹർഷയ്ക്ക് കൂടി ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായി എന്നുള്ളതാണ് സത്യം. ഇന്ദ്രേട്ടനെയും അനിയേട്ടത്തെയും തമ്മിൽ അകറ്റാൻ വേണ്ടി അവൾ നടത്തിയ ജോത്സ്യ നാടകം പോലും ഇപ്പോ അപ്രസക്തമായില്ലേ? അനുവേട്ടത്തി മാത്രം ഇപ്പൊ പ്രതി. അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സത്യ. ഇല്ല ശ്യാം, ഏട്ടത്തി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടായാലും ഏട്ടത്തിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയെടുക്കണം. ഞാനത് ചെയ്തിരിക്കും.